രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡനക്കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത്തെ FIR പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, ഏതായാലും 11:45 ചേർന്ന കോടതി 1 മണിക്കൂറിനകം വിധി പ്രസ്താവിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം വിധി ഉണ്ടാകും. ഏതായാലും ഇന്ന് നടന്ന പ്രധാനപ്പെട്ട 2 വസ്തുതകൾ: ഒന്ന്, 2 തെളിവുകൾ കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഡിജിറ്റൽ തെളിവുകളാണ്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിച്ച് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പെൺകുട്ടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള FIR കൂടി ഇന്ന് കോടതിയിൽ സമർപ്പിച്ചു. എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത്? പ്രതിഭാഗം പറഞ്ഞത് എന്താണ്? പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്താണ്? സിജു, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ കാര്യങ്ങൾ വ്യക്തമാകും എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. കാരണം 1 മണിക്കൂറിനകം, അതായത് അല്പസമയത്തിനകം തന്നെ കോടതിയുടെ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത്. 11:35 കോടതി ഈ വിഷയത്തിൽ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. 25 മിനിറ്റോളം ഇതിൽ വാദം കേട്ടു. പ്രതിഭാഗവും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷനും കൃത്യമായ രീതിയിൽ അവരുടെ ഭാഗങ്ങൾ വാദത്തിൽ അവതരിപ്പിച്ചു. അതിനുശേഷം കോടതി പറഞ്ഞത് ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മുൻകൂർ ജാമ്യാപേക്ഷ. അതിനൊപ്പം തന്നെ പ്രതിഭാഗം ഇന്ന് മറ്റൊരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അറസ്റ്റ് തടയണം, ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നത് വരെ അറസ്റ്റ് തടയണം എന്നുള്ളത് ഒരു പുതിയ ഹർജിയായി ഇന്ന് പ്രതിഭാഗം കൊടുത്തിരുന്നു കോടതിയിൽ. അപ്പോൾ ആദ്യം 1 മണിയോടുകൂടി വീണ്ടും കോടതി ചേരുമെന്നും അപ്പോൾ ആദ്യം പറയുക ഈ അറസ്റ്റ് തടയണം എന്നുള്ള ഹർജി, ആ ഹർജിയിലുള്ള വിധിയായിരിക്കും ആദ്യം പറയുക എന്നുള്ളതാണ് കോടതിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അത് ഇന്ന് തന്നെ അതിലുള്ള തീരുമാനം വിധി പറയുമോ അല്ലെങ്കിൽ ഇനി വിധി പറയാൻ വേണ്ടി മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കോടതി നൽകുക എന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ കോടതിയുടെ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് നമുക്ക് കോടതിക്കുള്ളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ പ്രോസിക്യൂഷൻ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. കൂടുതൽ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പ്രത്യേകിച്ചും നിർബന്ധിത ഗർഭചിത്രത്തിന് അതിജീവിതയെ വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫോൺ ചാറ്റുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെയാണ് മറ്റ് വീഡിയോ തെളിവുകൾ, ഡിജിറ്റൽ കൂടുതൽ തെളിവുകൾ അടക്കം കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കോടതി പരിശോധിച്ചാണ് ഇനിയിപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പ്രധാനമായും പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി മാത്രമല്ല പരാതിയുമായി രംഗത്തുള്ളത്. ആദ്യ FIR ഇട്ട് കേസ് അന്വേഷണം നടക്കുന്നതിന് പുറമെ ഇപ്പോൾ രണ്ടാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ FIR അടക്കം ഇന്നിപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ പേർ ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു സ്ഥിരം കുറ്റവാളിയുടെ അക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സ്ഥിരം കുറ്റവാളിക്ക് ജാമ്യം ഒരു കാരണവശാലും അനുവദിക്കരുത്. ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അയാളുടെ സ്വാധീനം അടക്കം ഉപയോഗിച്ചുകൊണ്ട് അയാൾ തെളിവുകൾ നശിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുന്നതായിരിക്കും. അത് തെറ്റായിട്ടുള്ള സന്ദേശം സമൂഹത്തിൽ നൽകും എന്നുള്ള കാര്യമടക്കം പ്രോസിക്യൂഷൻ വാദത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ തരത്തിലും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കും. അതോടൊപ്പം തന്നെ ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊരു വാദത്തിൽ ഊന്നിയാണ് പ്രതിഭാഗം പ്രധാനമായും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ പുതുതായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറസ്റ്റ് തടയണം എന്നുള്ളൊരു ഹർജി കൂടി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ നിലവിൽ ഇന്ന് നൽകിയിട്ടുള്ള കൂടുതൽ ഡിജിറ്റൽ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ വാദം പൂർത്തിയായതിനു ശേഷം, ഇരുഭാഗത്തിന്റെയും വാദം പൂർത്തിയായതിനു ശേഷം ഈ ഡിജിറ്റൽ തെളിവുകളടക്കം കോടതി പരിഗണിച്ചിട്ടുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം കോടതിയുടെ നടപടികൾ ആരംഭിക്കുമ്പോൾ ആയിരിക്കും ഇതിൽ നമുക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ത് നടപടിയായിരിക്കും, എന്തായിരിക്കും കോടതി സ്വീകരിക്കുക എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത കൈവരിക. പക്ഷേ ആദ്യം ഉണ്ടാവുക ഈ അറസ്റ്റ് തടയണം എന്നുള്ള ഹർജിയിന്മേലുള്ള വിധിയായിരിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്നും കൂട്ടിച്ചേർക്കാൻ സാധിക്കുക. സിജു, ഷിജ, ഇപ്പോൾ ഈ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് എല്ലാ തരത്തിലും അന്വേഷണത്തോട് സഹകരിക്കും, അതുകൊണ്ട് അറസ്റ്റ് ഒഴിവാക്കണമെന്നാണ്. പക്ഷേ കേസിന്റെ ഒരു ഗ്രാവിറ്റി അനുസരിച്ച് ഒരു തരത്തിലും ജാമ്യം ലഭിക്കാൻ സാധ്യത. നേരത്തെ ഷീജ പറഞ്ഞതുപോലെ തന്നെ 2 അപേക്ഷകളാണ്. ഒന്ന്, ഈ അറസ്റ്റ് തടയണം എന്നുള്ള ആവശ്യപ്പെട്ടുള്ള 2 മുൻകൂർ ജാമ്യ ഹർജിയും. മുൻകൂർ ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ സ്വാഭാവികമായും അറസ്റ്റിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്, അന്വേഷണ സംഘത്തിന് അറസ്റ്റിലേക്ക് പോകുന്ന സാഹചര്യമാണ് വരിക. ഇവിടെ ഈ പ്രതിഭാഗം പറഞ്ഞിരിക്കുന്നത് കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ്. പക്ഷേ
കേസിന്റെ മെരിറ്റ് പരിശോധിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമല്ല. ഈ രണ്ട് പരാതികൾ, ആദ്യത്തെ പെൺകുട്ടി അതിജീവിതയുടെ തന്നെ മൊഴികൾ പുറത്തു വന്നിട്ടുണ്ട്, അവരുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റ് വന്നിട്ടുണ്ട്, അവർക്ക് ഗർഭനിരോധന ഗുളിക നൽകിയതിന്റെ വിവരം പുറത്തു വന്നിട്ടുണ്ട്, നൽകിയത് ആരെന്ന് വന്നിട്ടുണ്ട്, അതിനുശേഷം അവർക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. ഇതിന് അടക്കമുള്ള ആശുപത്രി രേഖകൾ അടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വളരെ ഗുരുതരമായ കൃത്യമാണ്. അതായത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിനു വേണ്ടി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഗുളിക അടക്കം കൊടുക്കുകയും ചെയ്തു. വല്ലാത്ത ആരോഗ്യസ്ഥിതിയിലേക്ക്, മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലേക്ക് ആ ജീവിതം പോവുകയും ചെയ്തു. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകണം. ഏതായാലും അപ്പോഴും പ്രതിഭാഗം പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ്. അതാണോ പ്രധാനമായി ഉന്നയിക്കുന്നത് പ്രതിഭാഗം? തീർച്ചയായും പ്രോസിക്യൂഷൻ ഇക്കാര്യങ്ങൾ കോടതിയിൽ കൃത്യമായ രീതിയിൽ തന്നെ വാദത്തിനിടയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിലും സിജു, ഈ പെൺകുട്ടി അതായത് അതിജീവിത നേരിടേണ്ടി വന്ന മാനസിക ബുദ്ധിമുട്ട്, മാനസിക സമ്മർദ്ദം, അതോടൊപ്പം തന്നെ ഈ അതിജീവിത നേരിട്ട ക്രൂരതകൾ, ഈ പ്രതിയിൽ നിന്ന് നേരിട്ട ക്രൂരതകൾ, പ്രത്യേകിച്ചും ബലാത്സംഗത്തിനിരയാകുന്നു, നിർബന്ധിച്ച് ഗർഭിണിയാക്കുന്നു, ഗർഭിണിയായതിനു ശേഷം പോലും ബലാത്സംഗം നടത്തുന്നു, ആ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നു, ഒപ്പം തന്നെ ഏറ്റവും ഒടുവിലായി ഒരു സുഹൃത്തിന്റെ പക്കൽ മരുന്ന് നൽകി, ഗുളിക നൽകി ആ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് വീഡിയോ കോളിൽ ഈ ഗുളിക കഴിച്ചു എന്നുള്ളത് ഉറപ്പാക്കുന്നു. അത്തരത്തിൽ ഉള്ള നടപടികളൊക്കെ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെന്നും അതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം കോടതിയിൽ സമർപ്പിക്കുകയും പ്രോസിക്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുന്നിൽ തെളിവുകളായി തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. പക്ഷേ പ്രതിഭാഗം അതിന് കൗണ്ടർ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത് ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്ന ഒന്നാണ്. അത് ബലാത്സംഗമോ പീഡനമോ ഒന്നുമല്ല, അത് ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചാറ്റ് വിവരങ്ങൾ കൈവശമുണ്ട്. അത് കോടതിയിൽ സീൽഡ് കവറിൽ സമർപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് അറിയിച്ചത്. അതുകൊണ്ട് ഇതൊരു കേസ് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്. അതിനെ ആ രീതിയിൽ തന്നെ കാണേണ്ടതാണ്. പ്രതി ഒരു തരത്തിലും അന്വേഷണത്തോട് നിസ്സഹരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് ഈ കേസിൽ ജാമ്യം അനുവദിക്കണം എന്നുള്ളതാണ്. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് പ്രോസിക്യൂഷൻ പറഞ്ഞത് നിലവിൽ പ്രതി സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അന്വേഷണവുമായി ഒരു തരത്തിലും സഹകരിക്കുന്ന സമീപനമല്ല പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. പ്രതി ഒരു വലിയ കുറ്റവാളി, അതായത് ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റവാളി തന്നെയാണ്. അതാണ് പ്രതിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള പരാതികളിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് ഒരു പരാതിയല്ല, മറ്റൊരു പെൺകുട്ടി കൂടി പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ള ഒരു സാഹചര്യം, ആ പരാതിയിലടക്കം കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യം, ആ പരാതികളുടെ FIRകൾ വായിച്ചാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം വലിയ ക്രിമിനൽ സ്വഭാവമാണ് ഈ പ്രതിക്ക് ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രതിക്ക് ഒരു തരത്തിലും മുൻകൂർ ജാമ്യം അനുവദിക്കരുത്, അത് തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദിച്ചത്. ഏതായാലും ഇനിയിപ്പോൾ ഏത് രീതിയിൽ ഉള്ളൊരു തീരുമാനമാകും കോടതിയിൽ നിന്നുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കോടതിയുടെ നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിജു.